ഇപ്പം നമ്മുടെ 200NS പോലായിരുന്നു അന്ന് നമ്മുടെ ടെർബോ ഡ്രൈവും ഒക്കെ. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ബുള്ളറ്റൊക്കെ കാണുന്ന പോലായിരുന്നു ആ സമയത്ത് റേസർ ബൈക്കൊക്കെ. നമ്മൾ ആ ഒരു കാലഘട്ടത്തിൽ ചോദിക്കുന്ന എടാ സൈക്കിളിന് കാറ്റടിക്കേണ്ടതെന്ന് ചോദിക്കുന്ന സ്ഥാനത്ത് ഇന്ന് കുട്ടികൾ ചോദിക്കുന്നത് എടാ പെട്രോൾ അടിക്കാൻ പൈസ ഉണ്ടോ. ആ ഒരു ചേഞ്ച്, ആ ഒരു വലിയൊരു ചേഞ്ചാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ടോപ്പ് സ്പീഡും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ, ഹലോ ഗൈസ്, സിഡ് വീലറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നതുണ്ടോ ഹീറോ റേഞ്ചർ, ഒരു സൈക്കിളാണ് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പം പലരും വിചാരിക്കുന്നുണ്ടാവും പിന്നെ ഇതിനെ ഈ ബൈക്ക് വിട്ടിട്ട് ഈ സൈക്കിളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആര് കാണാനാണ് എന്ന് വിചാരിക്കുന്നുണ്ടാവും. പണ്ടെന്നൊക്കെ പറയുമ്പോൾ, പണ്ടെന്ന് മീൻസ് ഒരു 5-6 വർഷങ്ങൾക്ക് മുമ്പെന്ന് പറയുമ്പോൾ സൈക്കിളിനൊക്കെ ഭയങ്കര ഡിമാൻഡായിരുന്നു. ഇപ്പം സൈക്കിളിൽ നിന്ന് ഒരുപാട് പുരോഗമനം വന്നിട്ട് ഇപ്പം കൊച്ചു പിള്ളേരെ വരെ ഇപ്പം ബൈക്കാണ്. അപ്പം ആ ഒരു ചേഞ്ചും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. പിന്നെ കൂടുതൽ ഇതിൻ്റെ ഒരു റിവ്യൂ. ഓക്കെ, അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെയാണ് ഈ ബിൽഡ് ക്വാളിറ്റിയെ പറ്റി പറയാം. ബിൽഡ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ വളരെ നൈസായിട്ടാണ് ചെയ്തിരിക്കുന്നത്. കണ്ടോ, ഭയങ്കര ക്വാളിറ്റി ആയിട്ടുള്ള വെൽഡിങ്ങും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഇതുണ്ടോ, വളരെ ക്വാളിറ്റി ആയിട്ട് വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ പോർഷൻസ് എന്നൊക്കെ പറഞ്ഞു വരുന്നത് ഈ ഒരു മഡ് ഗാർഡ് കണ്ടോ. സാധാരണ സൈക്കിൾസിൽ നിന്നൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് ഫ്ലൈ മഡ് ഗാർഡ്സ് ആണ് വരുന്നത്. ഫ്രണ്ടിലും ഫ്ലൈ മഡ് ഗാർഡ്സ് ആണ്, പക്ഷേ ഫ്രണ്ടിൽ ഇപ്പം റിമൂവ് ചെയ്തിട്ടിരിക്കുകയാണ്, അത് കാണുന്നില്ല. പിന്നെ ഗിയേഴ്സ് വരുന്നുണ്ട്, 6 സ്പീഡ് ഗിയറാണ് വരുന്നത്. പിന്നെ ഇവിടെ ഒരു 1, 2, 3 ഫ്രീ വീലും വരുന്നുണ്ട്. ആ ഫ്രീ വീൽ എന്തിനാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രിക്ഷൻ കുറയ്ക്കാൻ വേണ്ടി, ഫ്രിക്ഷൻ കുറയ്ക്കാനും കൂട്ടാനും. ഇവിടെയാണ് ഫ്രിക്ഷൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്, അതിലേക്ക് വരാം. ഈ ഒരു സൈക്കിളിനെ പറ്റി പറയുമ്പോൾ വളരെ നൊസ്റ്റാൾജി ആയിട്ടുള്ളൊരു കാര്യം എൻ്റെയൊക്കെ ഒരു ചെറുപ്പത്തിൽ മീൻസ് ഒരു 9ാം ക്ലാസ് 10ാം ക്ലാസ് ആ ഒരു കാലഘട്ടം, ഒരു ഹൈസ്കൂൾ കാലഘട്ടത്തിൽ എന്നൊക്കെ പറഞ്ഞ് ഈ ഒരു സൈക്കിൾ എടുക്കണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. പലരും ആഗ്രഹിക്കാറുണ്ട് ഗിയർ സൈക്കിൾ, ഭയങ്കര ഇഷ്ടം എല്ലാവർക്കും. അപ്പോൾ അന്നൊക്കെ ഗിയർ സൈക്കിളൊക്കെ ഓടിക്കാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞാൽ തന്നെ വലിയൊരു ഭാഗ്യം. അപ്പം ഞാനിപ്പോഴും ഒരു ഇൻസിഡൻറ്റ് ഓർക്കുന്നുണ്ട്. അപ്പോൾ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴത്തേനും 10ലെ ഒരു ചേട്ടൻ, അപ്പം ആ ചേട്ടൻ്റെ റേഞ്ചറാണ്. അപ്പം ഇൻ്റർവെൽ സമയത്ത് കൂട്ടുകാരെല്ലാം കൂടെ വന്നു, വാടാ അവിടെ ഒരു ചേട്ടൻ്റെ റേഞ്ചറല്ലേ വന്നേക്കുന്നത്, നമുക്കൊന്ന് കാണാമെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഇതിന് ചുറ്റും ഇങ്ങനെ വന്ന് നിൽക്കുന്നതൊക്കെ ഞങ്ങൾ ഓർക്കുന്നുണ്ട്. നോക്കി വെള്ളം ഇറക്കി ഇങ്ങനെ നിൽക്കുക, അത്രേ ഉള്ളൂ. ഓടിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ ഓടിക്കാനൊന്നും പറ്റിയില്ല, പൂട്ടൊക്കെ ഇട്ട് വെച്ചേക്കുമായിരിക്കും. അപ്പം ആ ഒരു ടൈമിലൊക്കെ പൂട്ട് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. 2 ടൈപ്പ് പൂട്ടുകളുണ്ട്. ഒന്ന് സാധാരണ നമ്മൾ താക്കോലിട്ട് തുറക്കുന്ന പൂട്ടുകൾ, പിന്നെ നമ്പർ ലോക്കിൻ്റെ ഇതുണ്ടായിരുന്നു, പൂട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. രസമാണ്, കറക്റ്റ് നമ്മളിങ്ങനെ നമ്പർ സെറ്റ് ചെയ്തിട്ട് അത് ആ നമ്പർ കറക്റ്റ് വന്നാലേ അത് അൺലോക്ക് ആകത്തുള്ളൂ. നമുക്കിപ്പോൾ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഒന്ന് നോക്കി കഴിഞ്ഞാൽ ഇതുണ്ട്, ഫ്രണ്ടിൽ ഷോക്ക് അബ്സോർബേഴ്സ് വരുന്നുണ്ട്. അപ്പോഴത്തേനും ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗട്ടറോ അല്ലെങ്കിൽ കുഴിയോ ഹമ്പൊക്കെ ചാടുമ്പോഴത്തേനും ഇച്ചിരി ഈസി ആയിട്ട് നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് പോകാൻ പറ്റും. അപ്പോൾ ആ ടൈമിൽ ഭയങ്കര ആഗ്രഹമായിരുന്നു ഷോക്ക് അബ്സോർബേഴ്സ് ഉള്ള സൈക്കിളൊക്കെ ഓടിക്കണം. അപ്പോൾ അതിൻ്റെ ഫീലൊക്കെ എത്രമാത്രം ഉണ്ടായിരിക്കും. അതുപോലെ ഇതിന് കണ്ടോ മോണോ ഷോക്ക് വരുന്നുണ്ട് ഇവിടെ ആയിട്ട്. കണ്ടോ, നമ്മൾ ബൈക്കുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേനും അത്രത്തോളം സോഫ്റ്റ് അല്ല. ഇത് കണ്ടോ, അത്യാവശ്യം നല്ല രീതിയിലുള്ള ഹാർഡ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. കണ്ടോ, അതുപോലെ തന്നെ മോണോഷോക്ക് അധികം ഹാർഡൊന്നും അല്ല. നമ്മുടെ ബാക്ക് നല്ല സപ്പോർട്ടൊക്കെ ചെയ്ത് നല്ല ഇതായിട്ട് നമുക്ക് ഓടിക്കുമ്പോൾ നല്ല സുഖമൊക്കെ. പിന്നെ ടയേഴ്സ് നോക്കുവാണെങ്കിൽ ഇതിപ്പോൾ സ്റ്റോക്ക് ടയേഴ്സൊന്നും അല്ല വന്നേക്കുന്നത്, ഇത് ജസ്റ്റ് രണ്ടാമത് മാറിയ ടയേഴ്സാണ്. അപ്പം ടയേഴ്സിൽ വന്നേക്കുന്ന ചേഞ്ച് എന്ന് പറയുന്നത് ആ സെയിം സൈസുള്ള ടയേഴ്സ് തന്നെയാണ് ഇട്ടേക്കുന്നത്. പിന്നെ ഇപ്പം നിങ്ങളിപ്പോൾ ടൂറിങ്ങിന് അല്ലെങ്കിൽ ട്രിപ്പൊക്കെ പോകാറുണ്ട് സൈക്കിളിൽ ലോങ്ങൊക്കെ, അപ്പോൾ അങ്ങനെ പോകുന്ന ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞ് ഈ ടയേഴ്സ് മാറുക, നല്ല ക്വാളിറ്റി ആയിട്ടുള്ള പുത്തൻ ടയേഴ്സ് വാങ്ങിച്ചിടുക. നമ്മൾ കാര്യം ലോങ് ഒക്കെ പോകുന്നതല്ലേ. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് വരുവാണെങ്കിൽ ഇതാണ് ഒരു ഓവറോൾ ലുക്ക്. നമ്മൾ ലുക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് സൈക്കിളിൻ്റെ ഒരു ലുക്ക്. ഇവിടെ നമുക്കൊരു കാരിയർ കാണാം, ഇതുണ്ടോ, പണ്ട് കടയിൽ നിന്ന് സാധനമൊക്കെ മേടിക്കാൻ വേണ്ടി ഇങ്ങനെ സാധനമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒക്കെ വെക്കുന്ന ഓർക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്യാം. പിന്നെ ഇതിൻ്റെ ബ്രേക്കിംഗ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഫിഷ്യൻ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 10 7 കൊടുക്കാം, അത്രത്തോളം ഒരു എഫിഷ്യൻസി ഉള്ളൂ. ഇങ്ങനെ റീപ്ലേസ് ചെയ്യാം. ഇതിന് പകരം ഈ ഫൈബറിൻ്റെ ബ്രേക്ക് ഇട്ടേക്കുണ്ട്, ഈ പിങ്ക് കളറിൽ ഓർക്കുന്നുണ്ട്, അതൊക്കെ വാങ്ങിച്ചിട്ട്. പക്ഷേ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് മഴയത്തൊന്നും പോകില്ല. അതുകൊണ്ട് മഴയത്ത് പോയി കഴിഞ്ഞാൽ ബ്രേക്ക് കിട്ടത്തില്ല. ആ ബ്രേക്ക് കട്ട് വെച്ച് പോയി പല്ലൊക്കെ പോയി ഒരുപാട് ഇൻസിഡൻറ്റ്സ് ഞാൻ ഓർക്കുന്നുണ്ട്. പിന്നെ ഇതിൽ വരുന്നത് കണ്ടോ, ഇവിടെ കുറച്ച് സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. DTB, പിന്നെ F1 സീരീസ്, ഹീറോ റേഞ്ചർ, അതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് ഇവിടെ ചെറിയൊരു സ്റ്റിക്കറുണ്ട്, അത്രേ ഉള്ളൂ. ഈ ഒരു സൈക്കിളിൽ യാതൊരു വിധത്തിലുള്ള മോഡിഫിക്കേഷനും കാര്യങ്ങളൊന്നും വരുത്തിയിട്ടില്ല, സ്റ്റോക്കായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ ചെറിയ തുരുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ ചെറിയ ഇതുപോലത്തെ തുരുമ്പൊക്കെ വരും. പിന്നെ മോഡിഫിക്കേഷൻ ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് ഇങ്ങനെ സൈക്കിളൊക്കെ പിടിപ്പിക്കുമായിരുന്നു, ഞാനും ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ പിടിപ്പിക്കുന്ന പരിപാടി. ഇവിടെ ഇങ്ങനെ ഷോക്ക് കമ്പി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു കമ്പി, ഈ ഏരിയയിലൊക്കെ ഷോക്ക് കമ്പി എന്നാണ് അതിന് പറയുന്നത്. അപ്പോൾ ആ ഷോക്ക് കമ്പി ഇങ്ങനെ വെച്ചിട്ട് അതിലിങ്ങനെ ഓമും പിന്നെ കുരിശ്, പിന്നെ ചന്ദ്രനും നക്ഷത്രം, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വെച്ച് കുറച്ച് ഷോക്ക്. അപ്പോൾ നമ്മളിങ്ങനെ സൈക്കിൾ ഓടിക്കുന്ന സമയത്ത് ഇങ്ങനെ ആ കമ്പി ഇങ്ങനെ ആടും, നല്ല രസം അത് കാണാൻ.
പിന്നെ നമ്മുടെ റിമ്മേൽ മുത്തൊക്കെ പിടിപ്പിക്കുമായിരുന്നു. അത് എന്തിനെന്ന് വെച്ചാൽ നല്ല കാണുമ്പോൾ നല്ല അട്രാക്ഷനാണ്. പിന്നെ ഓടുന്ന സമയത്ത് ഇങ്ങനെ കിലുകില് സൗണ്ട്, കിലിന്ന് ഇങ്ങനെ വീഴുന്ന സൗണ്ട് കേൾക്കാം. പിന്നെ മീനുണ്ടായിരുന്നു ബ്ലാക്ക് കളറിലെ, അതിങ്ങനെ നമ്മുടെ ഈ അലോയ് പോലെ ഇരിക്കും. അത് വെച്ച് കഴിയുമ്പോഴത്തേനും അത് നല്ല രസമാണ്. അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന കാണുമ്പോഴത്തേനും നല്ല രസമാണ്. പിന്നെ മോഡിഫിക്കേഷന് വരുന്നൊരു കേസാണ് ഇലക്ട്രോണിക്കായിട്ടുള്ള മോഡിഫിക്കേഷൻ. ഇലക്ട്രോണിക് പരമായിട്ടുള്ള മോഡിഫിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ച, അതായത് ഈ ലൈറ്റിൻ്റെ പരിപാടി. നമ്മൾ ഈ ഒരുപാട് ഫ്രണ്ടിലൊക്കെ ചുമ്മാ ചെറിയ ചെറിയ ലൈറ്റുകൾ, പിന്നെ ബാക്ക് ലൈറ്റ് അല്ലെങ്കിൽ ബ്രേക്ക് ലൈറ്റ്, ഈ റിമ്മേലോട്ടൊക്കെ ഇങ്ങനെ ബ്രേക്കിൻ്റെ ഇടയ്ക്ക് ഈ ലൈനൊക്കെ കൊടുത്തിട്ട് ലൈറ്റൊക്കെ വെച്ചിട്ട് നമ്മൾ ഈ ഒരു ബ്രേക്കായിട്ട് റിമ്മ് കൂടെ കണക്ട് ചെയ്യും. കണക്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു കണക്ഷൻ നടന്ന് അങ്ങനെ ലൈറ്റ് കത്തുന്ന കുറേ പരിപാടിയൊക്കെ വണ്ടി ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ വെക്കുന്ന പി പി എന്ന് എവിടെയൊക്കെ പറയുന്നത്. പി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ പേന്ന് സൗണ്ടൊക്കെ കേൾക്കാം. അത്രേ ഉള്ളൂ. പിന്നെ ഇത്രേ ഉള്ളൂ ഇതിൻ്റെ ഓവറോളായിട്ടുള്ള കാര്യങ്ങൾ. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് കയറി ഇരുന്നിട്ടൊന്ന് പറയാം. ഇതിൻ്റെ സീറ്റ് ഹൈറ്റ് വളരെ കൂടുതൽ. അത് കണ്ടോ, എൻ്റെ ഹൈറ്റ് വെച്ചിട്ട് എനിക്ക് ഇത്രേ കുത്തുന്നുള്ളൂ. ഇത്രേ എനിക്ക് കുത്താൻ പറ്റുന്നുള്ളൂ. കാര്യം നല്ല സീറ്റ് ഹൈറ്റാണ്. പക്ഷേ ഈ സീറ്റ് ഹൈറ്റ് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് കണ്ടോ, അഡ്ജസ്റ്റ് ചെയ്യാം. അഡ്ജസ്റ്റബിൾ. ഈ ഒരു സ്ക്രൂ അഴിച്ചിട്ട് നമുക്കിതിങ്ങനെ പൊക്കുകയും താക്കുകയൊക്കെ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിപ്പോൾ ഒരു മീഡിയം ലെവലിലിരിക്കുന്നത്, അതുകൊണ്ട് കുറച്ചൊന്ന് കുത്തേണ്ട സീനുണ്ട്. ഇത് കണ്ടോ. പിന്നെ ഹാൻഡിൽ ബാറിൽ വരുന്ന കാര്യങ്ങളൊക്കെ എന്താ കണ്ടോ, ഒരുപാട് സംഭവമൊക്കെ ഉണ്ടെന്ന് വിചാരിക്കും, പക്ഷെ ഒന്നുമില്ല. ഹാൻഡിൽ ബാർ ഇവിടെ കണ്ടോ, ഫ്രിക്ഷൻ അഡ്ജസ്റ്റ് ചെയ്യാം. ഫ്രിക്ഷൻ എന്ന് പറയുമ്പോഴത്തേന് ഈ ഫ്രണ്ടിൽ വരുന്ന ഈ ഒരു ഫ്രീ വീലല്ലേ, ഈ ഒരു 1 2 3 ഈ ഒരു 3 ഫ്രീ വീലിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റാണ്. മുകളിലോട്ട് തിരിക്കുമ്പോഴത്തേന് ഇതിൻ്റെ ഫ്രിക്ഷൻ കുറയും, താഴത്തേക്ക് ആക്കുമ്പം ഫ്രിക്ഷൻ കൂടും. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി. അപ്പം ഇവിടെയാണ് നമ്മുടെ ഗിയർ കാര്യങ്ങളൊക്കെ. ഇവിടെ ഗിയർ ഷിഫ്റ്റ് ചെയ്തതിൻ്റെ ഇത് കാണിക്കും, എത്രാമത്തെ ഗിയറില്ല. ഇപ്പോൾ 3rd ഗിയറിൽ കിടക്കുന്നത്. ഇങ്ങനെ താഴത്തേക്ക് ആക്കുവാണെങ്കിൽ ഡൗൺ ഷിഫ്റ്റ്, മുകളിലേക്ക് ആക്കുവാണ് അപ്പ് ഷിഫ്റ്റ്. നമ്മുടെ ബൈക്കിലെ പോലെ തന്നെ ചെയ്യും. ഇത്രേ ഉള്ളൂ പരിപാടി. പിന്നെ നമ്മുടെ ബ്രേക്സ് ആണ് ഫ്രണ്ടിൽ വരുന്നത്. ഇവിടെ ബാക്ക് ബ്രേക്ക്, ഫ്രണ്ട് ബ്രേക്ക്. പിന്നെ ബ്രേക്സ് ഡിസ്ക് ബ്രേക്കൊന്നും അല്ല വരുന്നത്. ഡിസ്ക് ബ്രേക്ക് ഉള്ള ഇതൊക്കെ ഉണ്ട് കേട്ടോ, ഗിയർ സൈക്കിളൊക്കെ ഉണ്ട്. അതൊക്കെ ഇച്ചിരി കൂടെ കോസ്റ്റ്ലിയാണ്. അപ്പോൾ ഇതിനൊക്കെ ഈ റേഞ്ചറിന് പ്രൈസ് റേഞ്ച് വരുന്നത് എടുത്ത സമയത്തെ പ്രൈസാണ് 7000 8000 ആ റേഞ്ചായിരുന്നു പ്രൈസ് റേഞ്ച്. ഇപ്പോൾ ഇത് ഇറങ്ങുന്നില്ല, പ്രൊഡക്ഷൻ ഇല്ലെന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ ആ ഒരു സമയത്ത് ഇതായിരുന്നു എൻ്റെ പ്രൈസ്. ഇനി മോണോഷോക്ക് ഉണ്ടോ, നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. കയറി ഇരിക്കുമ്പോൾ തന്നെ ആ ഒരു മൂവ്മെൻറ്റ് കണ്ടോ, നന്നായിട്ട് അറിയാൻ പറ്റും. ഓക്കെ, ബാക്കി കാര്യങ്ങൾ നമുക്കൊന്ന് ഓടിച്ചുകൊണ്ട് പറയാം. ഇതിപ്പോൾ നമ്മൾ ബൈക്കിലെ പോലെ ഫസ്റ്റ് ഗിയറിലിട്ട് എടുക്കണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. ഇപ്പം ഞാനിപ്പോൾ 3rd ഗിയറിലാണോ, 3rd ഗിയറിലിട്ടിട്ട് നൈസായിട്ട് എടുക്കുക, എനിക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ പവർ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓടിക്കുന്ന ആളുടെ കാലിൻ്റെ പവർ പോലെ ഇരിക്കും. അത്രേ ഉള്ളൂ. അതായത് ഇപ്പം ഒരു കൊച്ചു കുട്ടി ഓടിക്കുകയാണെങ്കിൽ അവന് ആ ഒരു പെഡലിലേക്ക് കൊടുക്കുന്ന ആ ഒരു ഫോഴ്സിൻ്റെ അതനുസരിച്ച് ഉള്ള പവർ മീൻസ് വണ്ടി മൂവ് ചെയ്യാനായിട്ട് എടുക്കുന്ന ആ ഒരു ഫോഴ്സ്. കുറച്ചൊരു ആരോഗ്യമുള്ള ഒരാൾ ഓടിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ വണ്ടി നൈസായിട്ട് ചവിട്ടി കയറി പോകും. അതുപോലെ തന്നെ കുറച്ച് പ്രായമായ ഒരാൾ ഓടിക്കുകയാണെങ്കിൽ അതനുസരിച്ചുള്ള വലിവ്. അത്രേ ഉള്ളൂ. നമ്മളിപ്പോൾ എങ്ങനെ കൊടുക്കുന്നു അതനുസരിച്ചുള്ള പോക്കേ ഉള്ളൂ. ഡിപ്പെൻഡ്സ് ഓൺ ദി ഡ്രൈവറാണ് സൈക്കിളിൻ്റെ പവർ എന്ന് പറയുന്നത്. പിന്നെ ടോപ്പ് സ്പീഡും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഒരു 40 എന്ന് പറയുമ്പോഴത്തേനും ഒരു ഭയങ്കര ഇറക്കം, അല്ലെങ്കിൽ അത് തന്നെ ഭയങ്കര ഇറക്കത്തിലൊക്കെ പോകുമ്പോഴത്തേനും നല്ലപോലെ ചവിട്ടി കൂടെ കൊടുക്കുകയാണെങ്കിൽ 40 ഒക്കെ പോകും. പക്ഷേ 40 ഒന്നും പോകരുത് സൈക്കിളിൽ, ഭയങ്കര അപകടമാണ്. പിന്നെ ആ ഒരു ടൈമിൽ ഇതുമായിട്ട് കോമ്പീറ്റ് ചെയ്ത് വരുന്ന മോഡൽ എന്ന് പറയുന്നത് ടെർബോ ഡ്രൈവ്, റേസർ ബൈക്ക്, പിന്നെ AXN ത്രില്ലർ, ഈ കുറച്ച്, പിന്നെ MTB, ഇങ്ങനെ കുറച്ച് മോഡൽസ് ആയിരുന്നു ഉള്ളത് കോമ്പീറ്റ് ചെയ്യാനായിട്ട്. ഇപ്പം നമ്മുടെ 200NS പോലായിരുന്നു അന്ന് നമ്മുടെ ടെർബോ ഡ്രൈവും ഒക്കെ. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ബുള്ളറ്റൊക്കെ കാണുന്ന പോലായിരുന്നു ആ സമയത്ത് റേസർ ബൈക്കൊക്കെ. ഞാനത് എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രത്തോളം ആ ഒരു സെയിലുണ്ടായിരുന്നു. ഒരുപാട് പേര് എടുക്കുന്നൊരു സൈക്കിളായിരുന്നു റെഡ് ടെർബോ ഡ്രൈവ്, ഭയങ്കര ഹിറ്റായിരുന്നു. അതുപോലെ തന്നെ ടെർബോ ഡ്രൈവിൻ്റെ ചേട്ടനെന്ന് വേണമെങ്കിൽ പറയാം ത്രില്ലറും നല്ല ഹിറ്റായിരുന്നു. കൂടുതൽ ആൾക്കാർ എടുത്തിരുന്ന ടെർബോ ഡ്രൈവ്. പിന്നെ റേസർ ബൈക്ക്, അതിൽ വരുമ്പോഴത്തേന് ഷോക്ക് ഒബ്സർവേഴ്സ് ഒന്നുമില്ല, നോർമലായിട്ട് അതിൻ്റെ ബാറിലൊക്കെ ഇച്ചിരി വ്യത്യാസമുണ്ട്. ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഒരു ബാർ, ടെർബോ ഡ്രൈവിൻ്റെ ബാറിൽ മെയിനായിട്ട് ഇതിൻ്റെ ഒരു ബാറിലായിരുന്നു, ക്രോസ് ബാറില്ലേ ഈ ഒരു ബാർ, അതിലായിരുന്നു വ്യത്യാസം. പിന്നെ കൂടുതലും ലേഡീസ് എടുക്കുന്ന ഒരു സൈക്കിളായിരുന്നു ലേഡി ബേർഡ്. അത് ബോയ്സൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അത് കുഴപ്പമൊന്നുമില്ല. അന്നൊന്നും അത് നാണക്കേടായിട്ടൊന്നും ആരും നോക്കത്തൊന്നുമില്ല. സൈക്കിൾ അത്ര നോക്കത്തുള്ളൂ. സൈക്കിളാണോ നമ്മളത്ര നോക്കാറുള്ളൂ. ഇപ്പോൾ ഒരുപാട് പേര് സൈക്കിളിൽ നിന്ന് അകന്നു പോകുന്നുണ്ട്. പണ്ടൊക്കെ ഞങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ എല്ലാവരും സൈക്കിളിലായിരുന്നു വരുന്നത്, ഒരു 10 ഒരു കാലഘട്ടം വരെ.
UP കാലഘട്ടം തൊട്ട് ഒരു ഹൈസ്കൂൾ കാലഘട്ടം വരെയൊക്കെ സൈക്കിളിലായിരുന്നു. പക്ഷേ ഇപ്പം നമുക്കത് കാണാൻ പറ്റും, ആ ഒരു ചേഞ്ച്, അതിൽ വന്നിരിക്കുന്ന ചേഞ്ച്. ഇപ്പോൾ ഒരു 9 അല്ലെങ്കിൽ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ ബൈക്കിലൊക്കെയാണ് പോകുന്നത്. നമ്മൾ ആ ഒരു കാലഘട്ടത്തിൽ ചോദിക്കുന്ന എടാ സൈക്കിളിന് കാറ്റടിക്കേണ്ടതെന്ന് ചോദിക്കുന്ന സ്ഥാനത്ത് ഇന്ന് കുട്ടികൾ ചോദിക്കുന്നത് എടാ പെട്രോൾ അടിക്കാൻ പൈസ ഉണ്ടോ. ആ ഒരു ചേഞ്ച്, ആ ഒരു വലിയൊരു ചേഞ്ചാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ മൊബൈൽ ഫോൺസിലുണ്ടായ ആ ഒരു വലിയൊരു ചേഞ്ച് പോലെ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ ബൈക്സും മാറിയിരിക്കുന്നത്. സൈക്കിളിൽ നിന്ന് ഇപ്പോൾ ഒരുപാട് പേര് ബൈക്കിലേക്ക് മാറുന്നു. പക്ഷേ തിരിച്ചും ഇപ്പോൾ സംഭവിക്കാറുണ്ട്, ബൈക്കിൽ നിന്ന് ഒരുപാട് പേര് സൈക്കിളിലേക്കും വരുന്നുണ്ട്. അത് കൂടുതലും കുറച്ച് ഏജ് ആയിട്ടുള്ളവരായിരിക്കും, കുറച്ച് ഈ ഫാറ്റ് റെഡ്യൂസ് ചെയ്യാനും അല്ലെങ്കിൽ ഒരു എക്സസൈസായിട്ടൊക്കെ കൂട്ടാനായിട്ടും സൈക്കിൾ അത് ബെറ്റർ ആയിട്ടൊരു ഓപ്ഷനാണ്. എക്സസൈസിന് നല്ലതാണ്. നമ്മുടെ ലെഗും നമ്മുടെ ഹോൾ ബോഡി ഒരു വർക്കിംഗ് ആണ്. ഹാൻഡ്സ് തൊട്ട് ലെഗ് വരെയുള്ള ഹോൾ ബോഡി ആയിട്ടുള്ളൊരു വർക്കൗട്ട് പോലെയാണ് ഈ സൈക്ലിംഗ് എന്ന് പറയുന്നത്. സൈക്ലിംഗ് നിങ്ങളുടെ ഹെൽത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ സൈക്ലിംഗ് ചെയ്യുവാണെങ്കിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂടും, നമ്മുടെ ബ്രീതിങ് എബിലിറ്റി കൂടും, നമ്മുടെ ഫാറ്റ് കുറയും, ബോഡി നല്ല പെർഫെക്റ്റായിട്ട് സ്റ്റിഫായിട്ടിരിക്കും. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. ബൈക്കിൻ്റെ കാര്യം പറഞ്ഞപ്പോഴത്തേനും അവിടെ കുറച്ച് റൈഡേഴ്സൊക്കെ പോകുന്നു, നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് തോന്നുന്നു. കുറച്ച് റൈഡേഴ്സ് അതിലേ പോകുന്നുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ നേരെ ഡിസ്ലൈക്ക് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ, ഇതിൽ ഡൗട്ടൊന്നും തോന്നത്തില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമുള്ളൂ സൈക്കിൾ എന്താണെന്ന്. ജസ്റ്റ് ഞാൻ റിവ്യൂ ഒന്നും ചെയ്തതന്നേ ഉള്ളൂ. അങ്ങനെ ആരും ചെയ്തതൊന്നും കണ്ടിട്ടില്ല, അപ്പം ജസ്റ്റ് എൻ്റെ റിവ്യൂ ചെയ്തതേ ഉള്ളൂ. അപ്പം സൈനിങ് ഓഫ് ഫ്രം സിഡ് വീലർ.